അഭിയെ നോക്കി ഒരു മാളിച്ച ചിരി ചിരിച്ചു. എവിടെ? അവിടെ ഒരു മൈൻഡും ഇല്ല. ദേവിയേ, ഇന്ന് എന്റെ കൂടെ നീ മാത്രമേ ഉള്ളൂ. എന്റെ കാലിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ. അഭിയേട്ടാ, വേണ്ടേ, നോക്കി കലിപ്പിക്കുന്നു. എന്നെ റൂമിലെ ബാൽക്കണിയിലെ ബീൻ ബാഗിൽ കൊണ്ട് സൂക്ഷിച്ചിരുത്തി. വേറൊന്നും കൊണ്ടല്ല, ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയ എടുത്തോണ്ട് ഓടണ്ടേ, അതാ. എനിക്കറിയാം. പയ്യെ തല ഉയർത്തി നോക്കിയപ്പോ എന്നെ നോക്കി കൽപ്പിക്കുന്നു. ഞാൻ നന്നായി വിളിച്ചു കാണിച്ചു. എവിടെ? ഒന്ന് എക്സ്പ്രഷൻ മാറ്റിപ്പിടിക്കാല. ഒന്നും കൂടി വിളിച്ചു കാണിക്കാം. നീ എന്നാടി പോപ്പെ, കുറെ നേരമായാലോ. ചുമ്മാ. നീ ആരേലും പറഞ്ഞ വേണ്ടെന്ന് വെക്കോടി. എന്റെ കവിളി കുത്തിപ്പിടിച്ച് കാലം കിടന്ന് തുള്ളുക. എന്റെ കണ്ണിൽ നിന്നും വെള്ളം കണ്ട് കൈ മാറ്റി ഭിത്തി കൊണ്ട് ആഞ്ഞടിച്ചു. മാറി പുറത്തോട്ട് നോക്കി നിന്നു. അഭിയേട്ടാ, അവിടെ നോ മൈൻഡ്. സോറി. അപ്പോഴും യാതൊരു മൈൻഡും ഇല്ല. ഞാൻ പയ്യെ പിടിച്ചെഴുന്നേറ്റ് ദേ കിടക്കുന്നു, ചക്ക വെട്ടിയിട്ട പോലെ താഴെ. അഭി അവളെ പെട്ടെന്ന് തന്നെ പൊക്കിയെടുത്ത് റൂമിലെ ബെഡിൽ കൊണ്ട് കിടത്തി. അയ്യോ അമ്മേ, എന്റെ നാടു. ഭാവി, വേദനയുണ്ടോ? നോക്കിയപ്പോ കണ്ണു നിറച്ച് നിൽക്കുന്നു എന്റെ പാവം കാലൻ. എന്തോ അത് കണ്ടപ്പോ എനിക്കും സങ്കടമായി. വേദന ഉണ്ടോടാ? കവിളിൽ കൈ ചേർത്ത് പിടിച്ചാണ് പറച്ചിൽ. ചെറുതായി. നടുവിന്റെ സൈഡിൽ വേദനിക്കുന്നു. ഇപ്പൊ വരാവേ. അതും പറഞ്ഞ് എന്റെ അലമാര തപ്പി മൂവിന്റെ സ്പ്രേ എടുത്തുകൊണ്ട് വന്നു. കുഴപ്പമില്ല അഭിയേട്ടാ, ഞാൻ അമ്മയെ. നിനക്ക് എന്നടി കോപ്പേ, ഞാൻ ഇട്ട് തന്ന പ്രശ്നം? അവിടെ അടങ്ങിയിരുന്നു. ഒന്നാമതേ എനിക്ക് ദേഷ്യം വന്നിരിക്കുക. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. അതും പറഞ്ഞ് പയ്യെ പിടിച്ച് ചാരി നെഞ്ചിലോട്ട് ചേർത്തെടുത്തി പുറകിൽ ബനിയും ചെറുതായി ഉയർത്തി സ്പ്രേ ഷേക്ക് ചെയ്ത് സ്പ്രേ ചെയ്തു. പയ്യെ എന്നെ കിടത്തി പോകാൻ പോയ അബിയുടെ കയ്യിൽ പിടിച്ചു. സോറി അബിയേട്ടാ, ഇനി ആവർത്തിക്കില്ല. എന്നോട് മിണ്ടാതിരിക്കരുത് പ്ലീസ്. അബിയേട്ടന്റെ പാറുവല്ലേ. എന്നിട്ടാണോടി അങ്ങനെ പറഞ്ഞത്? ഞാൻ ഒരു മാത്രമേ പറഞ്ഞോളൂ. അവളുടെ ഒരു അബിയേട്ടാ, എന്താ ഇവിടെ വന്നേ? പാച്ചു കളിക്കാതെ പ്ലീസ്. അബി അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ അവന്റെ മടി തല വെച്ച് കിടന്നു അവനെ നോക്കി ഒന്നുകൂടെ വിളിച്ചു കാണിച്ചു. എന്ത് ചെയ്താലും പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ചാ മതിയല്ലോ. എന്റെ പൊന്നു കാലാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി എങ്ങനെ തട്ടിപ്പോയാലും നിങ്ങളെയും കൂടി കൊണ്ടുപോകും. ഒറ്റയ്ക്ക് നഹിഹേ. ഇത് സത്യം സത്യം സത്യം. അവളുടെ സത്യം. എന്നോട് ക്ഷമിച്ചേക്കാം. നിന്റെ മനസ്സിൽ ഒരിക്കൽ പോലും എന്നെ വേണ്ടെന്ന് തോന്നലേടി. അമ്മ പോയി കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ കെയറെല്ലാം കിട്ടിയിട്ടുള്ളത് നിന്നിൽ നിന്നാണ്. നീ എന്റെ പാസ്റ്റ് പ്രസന്റും ഫ്യൂച്ചർ എല്ലാമാണ്. അറിയാതെ പറഞ്ഞു പോയതാ. അഭിയേട്ടാ, എന്നെ മടിയിലിരുത്തിയേ. അവിടെ അടങ്ങിക്കിടന്നോ? ഇപ്പൊ ഒന്ന് വീണതേ ഉള്ളൂ. എന്നെ ഇരുത്തുവോ? കഷ്ടമുണ്ടേ കുറച്ചു നേരം. അഭി അവളെ പിടിച്ച് മടിയിലിരുത്തി. അല്ല, എന്റെ മോൾക്കിപ്പൊ എന്നതാ മടിയിലിരിക്കാൻ മോഹം? അതോ? ആ അതേ, ഇപ്പൊ കാണിച്ചുതരാം. അതും പറഞ്ഞ അവന്റെ കവിളി അമർത്തി കടിച്ചു. ആ വീടടി പട്ടിക്കുഞ്ഞെ. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് താടി വടിച്ചൂടെ? എനിക്കൊന്ന് നന്നായി കോൺസെൻട്രേഷൻ ചെയ്ത് കടിക്കാൻ പറ്റുന്നില്ല. ഫുൾ രോമമാണ്. നീ പോടി പുലി. ഡാ ചിക്ക, ഡി സോറി. എന്ന് പറഞ്ഞാലും അവളുടെ ഒരു സോറി. അവന്റെ നെഞ്ചി മുഖം ചേർത്തിരുന്നു. എനിക്കെന്തോ പേടിയാവുന്നു അഭിയേട്ടാ. എന്തിന്? അറിയില്ല. രാത്രി ജനാലയുടെ സൈഡിൽ ആരോ ഉള്ള പോലെ ഒരു തോന്നൽ. ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തോ അറിയില്ല. എന്റെ തോന്നലായിരിക്കാം. പക്ഷെ എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. കണ്ണുകളിലെ നനവ് അവളുടെ ഭയത്തെ കാണിച്ചു കൊടുത്തു. ഒന്നുമില്ലടാ, നിന്റെ തോന്നലായിരിക്കും, ഞാനില്ലേ. അതും പറഞ്ഞ് അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. നീ സ്ട്രോങ് അല്ലേ? അപ്പൊ പേടിക്കുന്ന എന്തിനാണ്? ഇനി അമ്മ നിന്റെ കൂടെ അല്ലേ പാറൂസേ രാത്രി കിടക്കുന്നേ? അത് വിട്ടെ. അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. അല്ല, വല്ലതും കഴിച്ചായിരുന്നോ മഹദി? കഴിച്ചു. എന്നാ കുറച്ചു നേരം കിടന്നുറങ്ങിക്കേ. ഞാൻ അബിയുടെ നെഞ്ച് തല വെച്ച് ചാരിക്കിടന്നു. അബി അവളെ പൊതിഞ്ഞു പിടിച്ചു. അബിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. ആരാണ് നീ? എന്റെ പെണ്ണിനെ തേടിയെത്തുന്ന നിന്റെ കണ്ണുകൾ ഞാൻ കണ്ടെത്തും. ദിവസങ്ങൾ വളരെ വേഗത്തിൽ നീണ്ടുപോയി. പാച്ചുവിന് നാളെ ബാൻഡേജ് മാറ്റും. കിച്ചു അബിയുടെ കമ്പനി ജോയിൻ ചെയ്തു. കാരണം പാച്ചുവിന് വരുന്ന കത്തുകൾ തന്നെയാണ്. ഇതൊന്നും അറിയാതെ പാച്ചു വാസുവിന്റെ സ്പെഷ്യൽ കഴിച്ച് കുറച്ച് തടിച്ചു. ഇപ്പൊ കവിളില് നുണക്കുഴിയുടെ ഭംഗി കുറച്ച് കൂടിയിട്ടുണ്ട്. ചിരിക്കുമ്പോ കാണുന്ന ആ നുണക്കുഴിക്ക് അഴകേറിയതുപോലെ. അമ്മ, അമ്മോ, എന്നടി പെണ്ണെ കിടന്ന് തൊള്ള കീറുന്നത്? അതോ അമ്മ എന്നെ ഒന്ന് നോക്കിയേ. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അമ്മ, ഞാൻ വണ്ണം വെച്ചു നോക്കിയേ, ചീക്കപ്പോത്ത് പോലെ ആയി. അത്രയ്ക്കൊന്നുമില്ല, ഇപ്പൊ കാണാൻ ഒരു മെനയുണ്ട്. പാസം അല്ലെങ്കിലും അങ്ങനെ പറയൂ. എന്റെ കൊച്ചെ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് അവളുടെ. എന്നാ പോയി പണിയേ. എന്നെ ആർക്കും വേണ്ടല്ലോ. ഞാൻ പോവാ.
നീ കിടന്നുറങ്ങാൻ നോക്കി, രാവിലെ ഹോസ്പിറ്റലിൽ പോകണ്ടായോ? ആ. വാസു പോയി. ഉടനെ അഭിയെ വിളിച്ചു. എന്നാടാ, ബിസിയാണോ? കാര്യം പറഞ്ഞേ. കുന്ത, ഇത് പറയാനാണോ വിളിച്ചേ? ചുമ്മാ. ചുമ്മാ സംതിങ് റോങ്? നോ, കാര്യം പറ പെണ്ണേ. അതെ, ഞാൻ തടിച്ചു. അതിനെന്നതാ? ഞാൻ ഡയറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്റെ കയ്യിൽ നിന്ന് വല്ല മേടിച്ചു കൂട്ടാന്ന് നീ വല്ല നേർച്ച എടുത്തിട്ടുണ്ടോ? അവളുടെ അമ്മുമ്മയുടെ ഡയറ്റ്. അമ്മുമ്മയുടെ അല്ല, എന്റെ. കവിള് കാണണം, തണ്ണിമത്തം പോലെയായി. പിന്നെ അത് കാണുമ്പോ നിന്നെ കടിച്ചു തിന്നാനാണ് തോന്നുന്നത്, അറിയോ? അയ്യ, നല്ല കൊച്ചല്ലേ, പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. 2 മാസം കൂടി കഴിഞ്ഞാൽ കല്യാണാണ്. അപ്പൊ ഊണക്കക്കമ്പ് പോലെ ഇരുന്ന എന്നെ ആർക്കും വേണ്ടല്ലോ. എടെ നന്നായി പോയി. മരുന്ന് കഴിച്ചോ? നാളെ ഹോസ്പിറ്റലിൽ പോണ്ടേ? ഞാൻ വരാട്ടോ. എന്റെ കൊച്ചു കിടന്ന് ഉറങ്ങിക്കോ. ലാസ്റ്റ് ആയിട്ട് ചോദിക്കുക, പോയി കിടന്ന് ഉറങ്ങടി കോപ്പേ അവളുടെ. അതും പറഞ്ഞ അവൻ ഫോൺ വെച്ചു. ഇങ്ങനെ ഒരു പെണ്ണ്. ഒരു ചിരിയോടെ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. കിച്ചേട്ടനോട് ചോദിക്കാം, ചേട്ടായി സമ്മതിക്കും. അതും പറഞ്ഞ് ഞൊണ്ടി കിച്ചുവിന്റെ മുറിയിൽ ചെന്നു. കിച്ചേട്ടാ, ഈ വയ്യാത്ത കാലം വെച്ച് നീ ഇങ്ങനെ നടന്നോ പാച്ച? അല്ല, ഈ വരവിന്റെ ഉദ്ദേശം? അതോ, ഞാൻ ഡയറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തിന്? കിച്ചേട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ തടിച്ചു എന്ന്. അതിനാണോ? അതും പറഞ്ഞ് അവള് ചിരിയോടെ തലയാട്ടി. കിച്ചു അവളെ പിടിച്ച് എഴുന്നേപ്പിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിർത്തി. നീ നോക്കി, ഇപ്പൊ എന്റെ കുട്ടിയെ കാണാൻ കുറച്ചുകൂടി ഭംഗിയില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ മാറാൻ നോക്കരുത് വാവേ. ഇത് നീ ഓഫീസിലെല്ലാം പോകുമ്പോ ഷൂ എന്ന് പറഞ്ഞു മാറും. ഇതിനും മാത്രം വണ്ണം നിനക്കില്ല പാച്ചൂട്ടാ. ഇപ്പൊ എന്റെ പാച്ചൂട്ടനെ കാണാൻ എന്നെ രസാണെന്നോ? ദേ കവളി ഇങ്ങനെ പിടിച്ച് വലിക്കാൻ. ഉഫ്, എനിക്ക് നൊന്തു. അച്ചോടാ, പോട്ടെ. ആ, നീ ഇവിടെ നിപ്പോണ്ടായിരുന്നോ? വാ, വന്ന് കിടക്കാൻ നോക്കിയേ. ഞാൻ ഇന്ന് കിച്ചേട്ടന്റെ കൂടെയാണ്, അല്ലേ ചേട്ടാ? അതേലോ. അതുകൊണ്ട് അമ്മായി പോയി കിടക്കാൻ നോക്കിയേ. ശരി, അപ്പം ഗുഡ് നൈറ്റ്. രാവിലെ അഭി വരുമ്പോ കാണുന്ന വരുണും മനുവും അച്ചുവും പാച്ചുവും കൂടി ഡൈനിങ് ടേബിളിൽ നടത്തുന്ന യുദ്ധമാണ്. വരുൺ അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. വായ മുഴുവൻ കുത്തി കയറ്റിയിരിക്കാം. ഇടത് കൈ പപ്പടം പിടിച്ചിട്ടുണ്ട്. മനുവും അച്ചു പാത്രത്തിൽ നിന്ന് തല പൊക്കുന്നില്ല. ഈ കാണിക്കുന്ന തോര വർക്കിൽ കാണിച്ചിരുന്നെങ്കിലോ? അതൊക്കെ ആലോചിച്ച് നിന്നപ്പോഴാണ് തോളിലൊരു കൈ വീണത്. നീ എന്നതാ ഈ ആലോചിച്ച് നിൽക്കുന്നേ? ദേ, ആ ഇരിക്കുന്ന കുരുപ്പേ ഇന്നലെ വിളിച്ച് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അന്നപ്പോ തൊട്ട് തുടങ്ങിയതാ 4 കൂടി. അമ്മ, കുറച്ച് കറി. അതും പറഞ്ഞ് മനു തല ഉയർത്തി നോക്കിയപ്പോ ദേ നിൽക്കുന്നു സാർ. അളിയ, വാ ഇരിക്ക്. വാസുമ്മ, ഒരു പ്ലേറ്റ് എടുത്തേ. അളിയൻ വന്ന് നിൽക്കുന്നു. ഡാ, ഇവൻ നിങ്ങളുടെ ബോസാണ്. ബോസ് എല്ലാം അങ്ങ് ഓഫീസിൽ. യാ, ഇത് ഞങ്ങളുടെ ചങ്ങിന്റെ വീടാണ്. അഭി ചിരിയോടെ കേട്ടു നിന്നു. നിങ്ങൾ ആരും ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല സാർ, ഹാഫ് ഡേ ലീവാണ്. അത് കഴിഞ്ഞ് അളിയന്മാർ അങ്ങ് വരുമല്ലോ. അപ്പൊ ഈ അളിയൻ തരുന്നത് കൈ നീട്ടി സ്വീകരിക്കണം. പാച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കി അഭി പറഞ്ഞു. ഓ, വേണ്ടാത്തോണ്ടാ. നമ്മുടെ അളിയൻ പാവല്ലേ, അല്ലേടാ വരണേ? അതെ. വസു വന്ന് അവർക്ക് ആഹാരം വിളമ്പി. ഒരാളിവിടെ ആരെയും മൈൻഡ് ചെയ്യാതെ കുത്തിക്കയറ്റുക. അമ്മോ, ഇന്നലെ ഒരാളെന്നെ വിളിച്ചു. ഡയറ്റ് ആണെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. പാച്ചുവിനെ നോക്കി ഇളിച്ചുകൊണ്ട് അഭി പറഞ്ഞു. പാച്ചു ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ വരുണിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിക്കുക. അഭി അവളുടെ കാലിലൊന്ന് തട്ടി ചെറുതായി ചവിട്ടി. അളിയോ, കാല് മാറി. പാച്ചു അവനെ നോക്കി ചിരിച്ചു. കുറച്ച് വെള്ളം കൂടി കുടിക്കടി. അതും പറഞ്ഞ് അവളെ നോക്കി പേടിപ്പിച്ചു. പിന്നെ എല്ലാവരും കഴിച്ച് പാച്ചു ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി വന്നു. ഹോസ്പിറ്റലിൽ പാച്ചുവും കിച്ചു അഭിയും കൂടി പോയി. പിന്നെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് അവളുടെ ടോക്കൺ വേണ്ടി വെയിറ്റ് ചെയ്തു. കിച്ചു ഒരു കോൾ വന്നിട്ട് അങ്ങോട്ട് പോയി. പാച്ചു അഭിയെ തോണ്ടി. ദേ അവിടുന്ന് രണ്ടാമതിരിക്കുന്ന ചെക്കനെ കാണാൻ നല്ല ഗ്ലാമർ അല്ലേ? കുഴപ്പമില്ലെന്നോ? എന്നാ രസമാ. ഞാൻ പോയി പരിചയപ്പെടട്ടെ. പോകുമ്പോ അതിന്റെ അപ്പുറത്ത് കുറച്ച് മാറിയിരിക്കുന്ന ആ പെണ്ണിന്റെ നമ്പർ കൂടി മേടിച്ചു. അതെന്തിനാ? എനിക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ്. അപ്പൊ ഓടിപ്പോയി കൊച്ചു ചോദിച്ചിട്ട് വായോ. അതിന്റെ ആവശ്യമില്ല. അതും പറഞ്ഞ് അവന്റെ തോളിച്ചാരിയിരുന്നു. ആ ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ആ കവളി കടിച്ചു. ആ കാലാ, എനിക്ക് വേദനിച്ചുട്ടോ. അതിന് അവനൊന്ന് ഇളിച്ചു കാണിച്ചു. ചിരിക്കാതെ. അതും പറഞ്ഞ് അവനോട് ചേർന്നിരുന്നു. പിന്നെ ഡോക്ടറിനെ കണ്ടു. പ്ലാസ്റ്റർ എല്ലാം മാറ്റി വന്നു. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് അഭി ഫ്രണ്ടിനെ കാണാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞ് പാച്ചുവിന് ആരോ തന്നെ നോക്കുന്ന പോലെ തോന്നി. ചുറ്റും ഒന്ന് നോക്കിയവൾ. കിച്ചേട്ടാ, എന്നാടാ? ആരോ കൂടെ ഉള്ളത് പോലെ കുറച്ചു നേരമായി. നിനക്ക് തോന്നയാവും. അല്ല, നീ ഇവിടെ ഇരി, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ചുറ്റും ഒന്ന് നോക്കി. കുറച്ചു മാറി ഒരാൾ പാച്ചുവിനെ നോക്കുന്ന കണ്ട് കിച്ചു അങ്ങോട്ട് പോയി. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ തന്നെ അയാൾ അവിടെ നിന്നും മാറി.
ആ സമയം അവളുടെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞു വന്ന് ഒരു കവർ നീട്ടി. ഇതെനിക്കാണോ? ഒരു ചേട്ടൻ തരാൻ പറഞ്ഞു. അതും പറഞ്ഞ് ആ കൊച്ചവിടെ നിന്ന് നടന്നു മാറി. അത് തുറന്നു നോക്കിയ പാച്ചു പേടിച്ചുപോയി. അഭിയും കിച്ചും കൂടി വന്നപ്പോ പേടിച്ചു നിൽക്കുന്ന പാച്ചുവിനെയാണ് കാണുന്നത്. അഭി അവളുടെ തോളിൽ കൈവച്ചു. അവൾ അവനെ ഇറുകെ പുണർന്നു. അഭിയേട്ടാ, ഞാൻ പറഞ്ഞല്ലേ, എനിക്കെന്തോ പേടിയാവുന്നു. കിച്ചു അവളുടെ കയ്യിലിരുന്ന കവർ മേടിച്ചു നോക്കിയപ്പോ ദേഷ്യം കൊണ്ട് വിറച്ചു. അഭിയുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു. ഒന്നുമില്ലടാ, പേടിക്കാതെ. ഇതാരോ തമാശയ്ക്ക്. ഞങ്ങളില്ലേടാ, എന്റെ കൊച്ചു സ്ട്രോങ് അല്ലേ. ഈ ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ? അഭിക്കും ആ കവർ കണ്ട് അവന്റെ നിയന്ത്രണം വിടുന്ന അവസ്ഥയായിരുന്നു. നീ പൊയ്ക്കോ ഏട്ടാ, ഞാൻ ഇവളെ കൊണ്ടുവരാം. അഭി അതും പറഞ്ഞ് അവളെ പൊതിഞ്ഞു പിടിച്ചു നിന്നു. ശരി, നിങ്ങൾ വിട്ടോ. പാച്ചൂസേ, ഒന്നുമില്ലാട്ടോ. ഇതൊക്കെ വെറുതെ. ഞങ്ങളല്ലേ ഉള്ളത്, പിന്നെ എന്നാത്തിനെ പേടിക്കുന്നേ? അതും പറഞ്ഞ് പാച്ചുവിന്റെ കവളി തട്ടി. അഭിയുടെ നെഞ്ചോട് ചേർന്ന് നിന്നതല്ലാതെ അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. കിച്ചുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ച് അഭി അവളെയും കൊണ്ട് പോയി. അഭി അവളെയും കൊണ്ട് ബീച്ചിലാണ് പോയത്. ചേർത്ത് പിടിച്ച് തണൽ മരത്തിന് ചുവട്ടിലിരുന്നു. പാറു, അവൾ ഒന്നും മിണ്ടിയില്ല. വാവേ, അപ്പോഴും അവൾ മൗനമായിരുന്നു. നിന്റെ ആരെങ്കിലും ചത്തു? ഇതിന് മാത്രം കുറെ നേരമായി. അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ അഭിയേട്ടനോട് അന്നേ പറഞ്ഞതല്ലേ ആരോ ഉണ്ടെന്ന്. ആ പിക്ക് കണ്ടോ? അത് ഞാൻ രാത്രി കിടക്കുന്ന ഫോട്ടോസ് അല്ലേ? ആരെങ്കിലും നിന്നെ കളിപ്പിക്കാൻ ചെയ്യുന്നതാവും. അപ്പൊ ഇതോ? അതും പറഞ്ഞ് അബിയുടെ കയ്യിൽ കൊടുത്തു. അത് വായിക്കുമ്പോ അവന് സ്വയം നിയന്ത്രിക്കാൻ ആകുന്നില്ലായിരുന്നു. അബിയേട്ടന് അറിയായിരുന്നു അല്ലേ എനിക്ക് പേടിയാവുന്നു. അബി അവളെ പിടിച്ച് മടിയിലിരുത്തി. നോക്ക്, നിന്നെ ആരും എന്നിൽ നിന്ന് തട്ടിയെടുക്കത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചി ടെൻഷനാവുന്നേ? അറിയില്ല. ദേ, നിന്റെ കാലം നിനക്ക് വാക്ക് തരുക. 7 ദിവസത്തിനുള്ളിൽ ഈ കോപ്പൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കും. മതിയടാ കുഞ്ഞ, കട്ട ബോറിംഗാണ് നിന്റെ ഈ ശോകം. ഓ, വലിയ കാര്യായിപ്പോയി. എന്നാലും അവൻ ആരാ? നിനക്ക് പേടിയുണ്ടോ? നോ. അതെന്നാ? അവൾ അവന്റെ മടിയിൽ തന്നെ ഇരുന്ന് കടൽ കണ്ടു. അവളുടെ പുറം അവന്റെ നെഞ്ചിച്ചാരിയിരുന്നു. അവന്റെ കൈകൾ കോർത്തു പിടിച്ചു. കുറച്ചുനേരം ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഞാൻ എവിടെയാണേലും നീ വരും, എന്നെ ചേർത്ത് പിടിക്കും. സാധിച്ചില്ലേലോ അങ്ങ് മരിക്കും. വേറെ ഒരാളുടെ ജീവിതത്തിലോട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് നിങ്ങൾ മതി. അതും പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി. അവൻ അവളെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. എപ്പോഴും കൂടി കാണും എന്ന ഉറപ്പുപോലെ. എന്നാൽ അത് ആരായിരിക്കും? അതോർത്ത് എന്റെ കൊച്ചിന്റെ കുഞ്ഞു തല പോയിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് നോക്കാം എവിടെ വരെ പോകൂ ഈ കളിയെന്ന്. അതും പറഞ്ഞ് അവൻ അവളുടെ താടി തല വെച്ചിരുന്നു. എന്നാലും അവൻ നല്ല പിക്ക് എടുക്കാമായിരുന്നു. ഈ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുന്നതേ കിട്ടിയുള്ളൂ. നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. നിന്റെ കവള് കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നും. റൊമാൻസിക്കാൻ ടൈമില്ല കാലാ. എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. പോണോ? പിന്നെ പോവണ്ടേ? കുറച്ചുകൂടി കഴിഞ്ഞു പോവാട്ടോ. പിന്നെ അവര് തിരമാലയെ നോക്കി അവിടെ ഇരുന്നു. അബി അവളുടെ കാതിൽ മെല്ലെ കടിച്ചു. ആ, എന്നടാ ഒരു ആലോചന? ഒന്നുമില്ല. നാളെയല്ലേ ഡ്രസ് എടുക്കാൻ പോണ്ടേ? ആ, അച്ഛ പറഞ്ഞായിരുന്നു. അബിയേട്ടാ, എനിക്ക് ഐസ്ക്രീം വേണം. വായു. അതും പറഞ്ഞ് അവളെ എഴുന്നേപ്പിച്ച് അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു. അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അവൻ കാറിന്റെ അങ്ങോട്ടും പോയി. അവളെ ബോണറ്റിൽ കൊണ്ടിരുത്തി. അവൻ ചാരിയിരുന്ന് ഇടയ്ക്ക് അവന്റെ വായിലും വെച്ചു കൊടുത്തു. അബിയേട്ടാ. എന്നാടി പെണ്ണെ? അതെ. ഒരെണ്ണം കൂടി. ഇല്ല, മതി. വാ, നിന്നെ കൊണ്ടാക്കിയിട്ട് വേണം ചിത്തുവിനെ പോയി പിക്കേ. ചിത്തു ചേട്ടൻ വരുന്നോ? ഇന്ന് ഈവനിങ് അവൻ ലാൻഡ് ചെയ്യും. എത്ര നാളായി കണ്ടിട്ട്. വന്നിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാൻ. ഓ, അടങ്ങിയിരുന്നോണം അവളുടെ ഒരു അടിച്ചു പൊളി. അതിനവൾ വീണ്ടും വിളിച്ചു കാണിച്ചു. അല്ല, എയർപോർട്ടിൽ പോയാണോ പിക്ക് ചെയ്യുന്നേ? അല്ല, പിന്നെ അവന്റെ കസിൻ അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ചെന്ന് ഞാൻ വിളിച്ചോണ്ട് വരണം. ഓ, ഐ സീ. വാ പോവാം. അപ്പൊ ഐസ്ക്രീം മേടിച്ച് തരൂലേ? ഒരെണ്ണം തന്നില്ലേ? കൂടുതൽ കഴിച്ച നല്ലതല്ല. ഞാൻ വരൂല, പൊയ്ക്കോ. ഉറപ്പാണോ? ആ. പുച്ഛിക്കുന്നോ? അതും പറഞ്ഞ് അവളെ തൂക്കിയെടുത്ത് കാറെ കൊണ്ടിരുത്തി. കുറച്ച് മസിലുള്ള എന്റെ അഹങ്കാരല്ലേടാ കാലാ നിനക്ക്. ഡി ദേവിയെ, ഞാൻ തീർന്നു. ഇപ്പൊ ഒന്ന് റെഡിയായതേ ഉള്ളൂ. അതിനു മുമ്പ് എന്നടി കോപ്പേ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അതോ സോറി, ഇതിനുള്ള സമ്മാനം വേണ്ടേ? അതും പറഞ്ഞ് അവളുടെ കീഴ്ച്ചുണ്ട് കടിച്ച് അവൻ നുണയാൻ തുടങ്ങി. അവന്റെ ഇടത് കൈ അവളുടെ പിൻകഴുത്തി ചേർത്ത് അവനോട് അടുപ്പിച്ചു. ചുംബനത്തിന്റെ തീവ്രതയെ തല എതിർവശത്തിലേക്ക് ചരിപ്പിച്ചു. കൂടുതൽ ആഴത്തിൽ അതിൽ അലിഞ്ഞു ചേർന്ന് അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ പിടിച്ചു. അവൻ അവളെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവനിലേക്ക് ചേർത്തിരുത്തി. രണ്ടുപേരുടെയും വായി ചോരയുടെ ചുവപ്പറിഞ്ഞതും അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചില്ല.
അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ മുഴുവനായി തന്നിലേക്ക് ചേർത്തു. ശ്വാസം നിലയ്ക്കുമെന്ന് തോന്നിയ സമയം അവളെ വിട്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ച് കിതപ്പടക്കി. പയ്യെ അവിടെ അവൻ നാവ് കൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ചെറുതായി കടിച്ചു. ആ അഭിയേട്ടാ. അവൻ തല ഉയർത്തി അവളുടെ നുണക്കുഴി കടിച്ചു. അവളിൽ നിന്ന് ഒരേങ്ങൽ വന്നു. അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. രണ്ടുപേരുടെ ആദരങ്ങളെ പുഞ്ചിരി തത്തി കളിച്ചു. പോവാം. അവന്റെ തോളിൽ തല വെച്ച് കിടന്നു അവൾ. അവൻ അവളുടെ മൂർധാവിൽ ചുംബിച്ചു.